ബെത്ലഹേമിലെ ജസ്റ്റിനും ആഷ്ലിയും പൊളിയ കുടുംബത്തോടൊപ്പം കാണാൻ പറ്റിയ കലക്കൻ യൂണിറ്റ്. നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി നായികാനായകന്മാരായി ഒന്നിക്കുന്ന ചിത്രം. സൂപ്പർ ശരണ്യ, പ്രേമലു എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഗിരീഷ് ഷെഡി, മമിത കൂട്ടുകെട്ട് വീണ്ടും എത്തുന്ന ചിത്രം. അങ്ങനെ നിരവധി പ്രത്യേകതകളോടെയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ് തിയേറ്ററുകളിൽ എത്തിയത്. ഗിരീഷ് ഷെഡി ആദ്യമായി ഒരു വലിയ താരത്തെ നായകനാക്കി ഒരുക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയ്ക്കൊപ്പം അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്യാൻവാസിലുള്ള ചിത്രം എന്ന പ്രതീക്ഷയും തന്റെ സേഫ് സോണിലേക്ക് നിവിൻ പോളി തിരിച്ചെത്തുമോ എന്ന ആകാംക്ഷയും ചേർന്നതോടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് റിലീസുകളിൽ ഏറെ പ്രതീക്ഷയുണർത്തിയ ഒന്നായിരുന്നു. ആ പ്രതീക്ഷകൾക്ക് ഒന്നും തന്നെ കോട്ടം തട്ടാതെ തന്നെ റൊമാൻറ്റിക് കോമഡി ജോണറിനോട് പൂർണ്ണമായി നീതി പുലർത്തുന്ന ചിത്രമാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ജസ്റ്റിൻ എന്ന കഥാപാത്രമായി നിവിൻ പോളിയും കോളേജ് വിദ്യാർത്ഥിയായ ആഷ്ലിനായി മമിത ബൈജുവും എത്തുന്ന ചിത്രം അങ്കമാലിയിലുള്ള ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ കോമഡിക്കും പ്രണയത്തിനും പ്രാധാന്യം നൽകിയാണ് ഒരുക്കിയിരിക്കുന്നത്. അങ്കമാലിയിലെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി റെസിഡൻസിയിൽ നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ട കാറ്ററിംഗ് ബിസിനസ്സുകാരനായ ജസ്റ്റിന്റെ ജീവിതത്തിലേക്ക് അയൽവീട്ടിലേക്ക് പുതിയ താമസിക്കാരിയായി എത്തുന്ന കോളേജ് വിദ്യാർത്ഥിയായ ആഷ്ലിൻ കടന്നു വരുന്നതോടെ കഥയുടെ പ്രധാന വഴിത്തിരിവ് ഉണ്ടാകുന്നത്. തുടർന്ന് സൗഹൃദത്തിൽ നിന്നും ഇരുവരുടെയും ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറുന്നു. നായികയും നായകനും തമ്മിലുള്ള പ്രായവ്യത്യാസം തന്നെയാണ് സിനിമയിലെ പ്രധാന ഘടകം. ഇത് ഇരുവരുടെയും കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന സങ്കീർണതകളും പ്രശ്നങ്ങളും പിന്നീട് ഇരുവരും ഒന്നിക്കുന്നതുമെല്ലാമാണ് സിനിമയുടെ പ്ലോട്ട്. വലിയ ട്വിസ്റ്റുകളോ സംഭവബഹുലമായ ക്ലൈമാക്സോ ഇല്ലാതെ, എന്നാൽ ഗിരീഷ് ഷെഡിയുടെ മുൻ ചിത്രങ്ങളിൽ പരിചിതമായ ഫീൽ ഗുഡ് ഹ്യൂമർ ഘടകങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത ഒരു പക്ക ഫീൽ ഗുഡ് ഹ്യൂമർ സിനിമയാണിത്. സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഓരോ സീനിലും പുഞ്ചിരി പടർത്തിക്കൊണ്ട് കോമഡി വർക്കൗട്ട് ചെയ്യുന്നതിലുള്ള പ്രാഗൽഭ്യം ഗിരീഷ് ഷെഡി വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ഒരു സീനിലും വർക്കൗട്ട് ആവാത്ത കോമഡി ഇല്ലെന്ന് തന്നെ പറയാം. ഇനി അഭിനയത്തിലേക്ക് വരികയാണെങ്കിൽ പ്രേക്ഷകർക്ക് ഏറെ പരിചിതമായ നിവിൻ പോളിയുടെ ഒരു പഴയ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് ജസ്റ്റിനിലൂടെ വീണ്ടും കാണാനാവുന്നത്. കുറച്ചു കാലമായി നിവിൻ പോളിയിൽ പ്രേക്ഷകർ മിസ് ചെയ്ത ചില ക്യൂട്ട് മാനറിസങ്ങളും കുസൃതി നിറഞ്ഞ അഭിനയമൊക്കെ കാണാൻ സാധിച്ചു. നിവിന്റെ മുൻ ചിത്രങ്ങളിലെ ചില കഥാപാത്രങ്ങളെയും ഇത് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. നർമ്മരംഗങ്ങൾക്കൊപ്പം കൂടുതൽ ഗൗരവമുള്ള സന്ദർഭങ്ങളിൽ ആ പ്രാധാന്യത്തോടെ അഭിനയിക്കാനും നിവിന് സാധിച്ചു. പ്രേമലുവിൽ കണ്ടിരുന്ന ക്യൂട്ട് ബബ്ലി കഥാപാത്രത്തിൽ നിന്നും മാറി കുറച്ചുകൂടി പക്വതയുള്ള ആഷ്ലിനെ അവതരിപ്പിച്ച് മമിത ബൈജുവും തന്റെ കഥാപാത്രത്തെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മിതമായ മേക്കപ്പിലും ഭാഷയിലും ഒരു ഗ്രാമീണ ക്രിസ്ത്യൻ പെൺകുട്ടിയെ ഏറെ സ്വാഭാവികതയോടെയാണ് മമിത അവതരിപ്പിച്ചിരിക്കുന്നത്. നിവിൻ മമിത ബൈജു കെമിസ്ട്രിയും കൃത്യമായി തന്നെ സിനിമയിൽ വർക്ക് ആയിട്ടുണ്ടെന്നതിൽ സംശയമില്ല. ഗിരീഷ് ഷെഡിയുടെ ചിത്രങ്ങളിൽ കേന്ദ്ര കഥാപാത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവയല്ല, അത് അക്ഷരത്തെറ്റില്ലാതെ ശരിവെക്കുന്നതായിരുന്നു ചിത്രത്തിലെ ആവേശം ഫെയിം റോഷൻ ഷാനവാസ്, സുരേഷ് കൃഷ്ണ, ഷമീർ ഖാൻ, സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, സൃന്ദ, മീനാക്ഷി എന്നിവരുടെ അഭിനയം. ഇവരിൽ ആഷ്ലിന്റെ പുറകെ നടക്കുന്ന ഗ്ലിക്സൺ എന്ന കോഴി കഥാപാത്രമായി വന്ന റോഷൻ ഷാനവാസ് തിയേറ്ററുകളിൽ വലിയ രീതിയിലുള്ള ചിരി പടർത്തിയിട്ടുണ്ട്. കൂടാതെ നിവിൻ പോളിയുടെ സുഹൃത്തായ ബൈജു എന്ന കഥാപാത്രത്തെ നമ്മുടെ കൺവിൻസിംഗ് സ്റ്റാർ സുരേഷ് കൃഷ്ണ കോമഡിയിൽ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സീനിലെ മോഹൻലാൽ റെഫറൻസ് തിയേറ്ററുകളിൽ വലിയ ചിരി പടർത്തിയിരുന്നു. പ്രേമലുവിലെ ജസ്റ്റ് കിഡിങ് മച്ചാൻ ഈ പ്രാവശ്യം ഒരു സ്പൂഫ് ക്യാരക്ടറായിട്ട് വളരെ വ്യത്യസ്ത കഥാപാത്രമായിട്ടാണ് എത്തിയത്. സ്പോയിലർ ആവാൻ സാധ്യതയുള്ളതുകൊണ്ട് സ്പൂഫ് വെളിപ്പെടുത്തുന്നില്ല. പിന്നെ ചൊറിയൻ അമ്മാവനായി വിനയ് ഫോർട്ടും മികച്ച പ്രകടനമായിരുന്നു. പ്രേമലുവിൽ വലിയ ആവശ്യമില്ലാത്ത ഒരു കഥാപാത്രമായാണ് മീനാക്ഷി എത്തിയതെങ്കിൽ ഇതിൽ അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. ഒപ്പം സൃന്ദ മികച്ച പിന്തുണ നൽകി. ചിത്രത്തിന്റെ സാങ്കേതിക തലത്തിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ ഓരോ സന്ദർഭത്തിനോടും ബ്ലെൻഡ് ആവുന്ന രീതിയിലാണ് വിഷ്ണു വിജയ് സംഗീതമൊരുക്കിയത്. സിനിമയിലെ ചിലയിടങ്ങളിലെ ട്രാൻസിഷനും അവസാന ഭാഗത്ത് മമിതയുടെ ചില സീനുകൾ ഒറ്റ സീനിൽ പകർത്തുന്ന എഡിറ്റും എടുത്തു പറയേണ്ടതാണ്. നിവിൻ ഉപയോഗിക്കുന്ന ഫോർഡ് ഐക്കൺ കാർ, മമിതയുടെ ഫ്ലോറൽ പ്രിന്റ് കോസ്റ്റ്യൂം, പഴയകാല കാസറ്റുകൾ അടക്കം ഒരു നൊസ്റ്റാൾജിക് ഫീലും സിനിമയിലുടനീളം കാണാം. സിനിമറ്റോഗ്രഫി, സൗണ്ട്, മ്യൂസിക്, പ്രൊഡക്ഷൻ തുടങ്ങി സാങ്കേതിക തലങ്ങളിൽ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് സിനിമ നൽകുന്നത്. ചില ജെൻസി കോമഡികളും മറ്റു സിനിമകളുടെ റെഫറൻസുകൾ വഴി അവതരിപ്പിച്ച ഹ്യൂമറുകളും എടുത്തു പറയേണ്ടതാണ്. കുമ്പളങ്ങി നൈറ്റ്സ്, ജോജി, പാൽത്തു ജാൻവർ, തങ്കം, പ്രേമല്ലു തുടങ്ങിയ സിനിമകൾക്ക് ശേഷം പ്രൊഡക്ഷൻ നിർവഹിച്ച ഭാവന സ്റ്റുഡിയോസിന് ബെത്ലഹേമിന്റെ വിജയത്തോടെ നല്ല സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് പറയാം. സങ്കീർണതകൾ ഒന്നുമില്ലാതെ കുടുംബത്തോടൊപ്പം ആസ്വദിച്ചു കണ്ടിരിക്കാൻ പറ്റിയ ഒരു എസ്തെറ്റിക്കലി പ്ലീസിംഗ് ലൈറ്റ് ഹാർട്ടഡ് റോംകോം സിനിമ അനുഭവമാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്.